ഇന്ന് വളരെ ദുഃഖകരമായ ഒരു സംഭവം കാണാനിടയായി. കോട്ടയം സ്നേഹക്കൂട് എന്ന് പറയുന്ന ഒരു അഭയമന്ദിരം, അവിടെ നിന്ന് വന്ന വളരെ വന്യവയോധികരായിട്ടുള്ള ആളുകൾ, എല്ലാം പ്രായമുള്ള അമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരുമാണ്. അവരെല്ലാം വളരെ പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് ഒരു പോലീസുകാരൻ പെരുമാറുന്നതാണ് കണ്ടത്. രാവിലെ പോലീസിനെ കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു. അത് തന്നെ ഒരു ഗതികേടാണ്, എല്ലാ ദിവസവും ഇങ്ങനെ പറയുക എന്ന് പറയുന്നത്. പക്ഷേ ഇത് കാണുമ്പോൾ പറയാതിരിക്കാനും നിവൃത്തിയില്ല. ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പ്രതികരിക്കുന്നത്. അവിടെ എൽദോസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ, അയാളെ കണ്ടിട്ട് കുറച്ച് പ്രായം തോന്നുന്നുണ്ട് കേട്ടോ. അയാൾ അത്ര പുതിയ ആളൊന്നുമല്ല. ഈ ഹിൽ പാലസ് ഡ്യൂട്ടിയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല ഡ്യൂട്ടിയാണ്. കാരണം അവിടെ വേറെ പണിയൊന്നുമില്ല, ചുമ്മാ അതിനകത്ത് ഇരുന്നാൽ മതി, കുഴപ്പമില്ല, അവിടെ പ്രശ്നമൊന്നുമുള്ള സ്ഥലവുമല്ല. അതുപോലെ റോഡിൽ ഇറങ്ങി പൊടിയടിക്കേണ്ട, ട്രാഫിക് ഡ്യൂട്ടി ഇല്ല, ഇങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ അവിടെ ഇവർ ഒരു 3 ബസ്സിലായിട്ട് ആണ് ഈ അന്തേവാസികൾ വന്നത്. അവിടെ കൊണ്ടുവന്നപ്പോൾ അതിൽ ഇത് ഇവർ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിൽ ഇത് കണ്ടിട്ടുണ്ട്. അത് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇവരെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് കേട്ടോ. സഫലമീ യാത്ര എന്ന് പറയുന്ന, ആദ്യം ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി അവരെല്ലാം തൊഴുതു. അത് കഴിഞ്ഞിട്ട് നേരെ ഹിൽ പാലസിലേക്ക് വന്നതാണ്. വണ്ടിയകത്തായിട്ട് പ്രവേശിച്ചു. പാർക്കിങ്ങിലേക്ക് അന്നേരം പോയി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കുമ്പോൾ എന്താ കാര്യം എന്നറിയാം, ഈ ബസ്സിലിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. വീൽ ചെയറിലുള്ള ആളുകളുണ്ട്, അത് കൂടാതെ നടക്കാൻ വയ്യാത്ത ആളുകളുണ്ട്, വേറെ നടക്കാൻ. അങ്ങനെ ഏതാണ്ട് 30 പേര് തയ്യാറായി ഇറങ്ങിപ്പോയി കാണാൻ. അവർക്ക് ആഗ്രഹമാണ് കാണണം. സ്ത്രീകളും വല്യമ്മമാരാണ്, എല്ലാം വല്യമ്മമാരും വല്യപ്പന്മാർ കുറച്ച് വരും. ഇവർ 30 പേര്, ആ 30 പേർക്ക് പോയി ഉള്ള ടിക്കറ്റ് അവിടെ കൗണ്ടറിൽ പോയിട്ട് ഈ ജിഷ എന്ന് പറയുന്ന ഇവരെ ഈ ആതുരാലയത്തിൽ ഇത് നോക്കുന്ന അവിടുത്തെ ആ ലേഡിയുണ്ട്, ആ വനിത പോയിട്ട് അന്തസ്സായിട്ട് സംസാരിക്കുന്നതാണ്. അവർ നല്ലതായിട്ട് വൃത്തിയായിട്ട് സംസാരിക്കാൻ അവർക്ക് നന്നായിട്ടേ അവർ സംസാരിക്കുള്ളൂ, കണ്ടാൽ തന്നെ അറിയാം. മാത്രമല്ല ഈ അന്തേവാസികൾക്ക് അവരോട് വളരെ സ്നേഹവുമാണ്. അപ്പോൾ ഇവിടെ പോയിട്ട് 30 പേർക്ക് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. 3 വണ്ടിയുടെ അവിടെ പാർക്കിങ് ലോട്ടിലിടാനുള്ള അതിൻ്റെ പാസ് വേണം, അതിനും പൈസ കൊടുക്കണം വേണം. 3 ക്യാമറ കൊണ്ടുപോകാനുള്ള സൗകര്യം, അതിനും ഉള്ള റേറ്റും കൂടെ അതിനുള്ള ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം മൊത്തം എത്ര പേരാണെന്ന് ചോദിച്ചു. മൊത്തം 95 പേരാണ്. പക്ഷേ അവർക്ക് കയറാൻ പറ്റിയല്ല, ആർക്കും വരാൻ ഒക്കെയല്ല, അവർ ബസ്സിലിരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ഇത് നമുക്ക് കേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. പാർക്കിംഗ് ലോട്ടിൽ കിടക്കുന്ന ബസ്സിൽ ആളിരിക്കുന്നതിന് അവർ ടിക്കറ്റ് എടുക്കണമെന്ന്. എവിടുത്തെ ന്യായമാണെന്നുള്ളത് നമുക്കറിയില്ല. ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. കോമൺ സെൻസ് ഉള്ള ഓരോരുത്തരെ വേണ്ട അവിടെ ഇരുത്താൻ, അതുപോലും ഇല്ലാതെ ആണ് ഈ രീതിയിലുള്ള പ്രവർത്തനം. ഏതായാലും ആ പോലീസ് അവർ വന്നിട്ട് ഈ പറഞ്ഞു, അത് ഇനി നിവർത്തിയില്ല, ഒരു കാരണവശാലും ഇവൻ സമ്മതിക്കുകയില്ല, ഈ ടിക്കറ്റും കൊടുക്കത്തില്ല. അപ്പോൾ എൽദോസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ്. അവിടെ 4-5 പോലീസുകാർ കാണും ഡ്യൂട്ടിക്ക്. എൻ്റെ കൂടെ എൻ്റെ ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുനിൽ എന്ന് പറയുന്ന വളരെ അന്തസ്സോടുകൂടി പെരുമാറുന്ന ഒരു പോലീസുകാരനുണ്ട്. അയാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അവിടെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ അവിടെ ഹിൽ പാലസ് സ്റ്റേഷനിൽ ഇതിന് ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള ആളാണ്. അവിടെ നിൽക്കുന്ന എനിക്കറിയാം. ഇപ്പോൾ അയാൾ സർവീസിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവിടുന്ന് പോയിട്ട് ഏതാണ്ട് എങ്ങനെയായാലും ഒരു 7-8 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല. കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് വരെ അയാൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, അതെനിക്കറിയാം. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അയാളുണ്ടെങ്കിൽ ഇതുപോലെ മോശമായിട്ട് പെരുമാറാൻ അയാൾ സമ്മതിക്കുകയല്ല, ഉറപ്പാണ്. ഏതായാലും ഈ എൽദോസ് എന്ന് പറയുന്ന പോലീസുകാരനാണ് ഇവരുടെ അടുത്ത് ഇത് പറഞ്ഞത് മാത്രമല്ല, ഇവർ ഒരുപാട് ആക്ഷേപിക്കുകയും തെറി പറയുകയും ചെയ്ത അയാൾ വളരെ മോശമായിട്ട് ഈ സ്ത്രീയെ എടുത്ത്, ഈ ജിഷയെ എടുത്ത് പെരുമാറി. ഈ അമ്മമാരുടെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ പറ്റാതെ പോയതിലല്ല, അത് ഞങ്ങൾക്ക് സഹിക്കാം. പക്ഷെ ഞങ്ങളെ സ്വന്തം അമ്മയെ പോലെ പൊന്നുപോലെ നോക്കുന്ന ഈ മോളെ അയാൾ പറഞ്ഞുകൂടാത്ത വിധത്തിലുള്ള ചീത്ത പറഞ്ഞു. ഞങ്ങൾക്ക് സങ്കടമായിപ്പോയി എന്നാ പറയുന്നത്. ഇത് മാത്രമല്ല, ഇവരിറങ്ങി വരുമ്പോൾ, അതായത് ഈ ബസ് അവിടെ നിന്ന് തിരിച്ചു വിട്ടു, അവർക്ക് മാർഗ്ഗമില്ല ഇറങ്ങാൻ. അവരിറങ്ങി കഴിയുമ്പോൾ ഈ പോലീസുകാരൻ വലിയ വിജയഭാവത്തിൽ അകത്തുള്ള ഉദ്യോഗസ്ഥർ അതിനകത്തിരിക്കുന്നവന്മാരുടെ അടുത്ത് വളരെ വലിയ കാര്യമായിട്ട് ഏതാണ്ട് വലിയ സംഭവിച്ചെന്നും പറഞ്ഞിങ്ങനെ അവരെ ആക്ഷേപിച്ചിറക്കി വിടുന്നത് കണ്ടു. അത് കണ്ടപ്പോഴേ ഇവർക്ക് മനസ്സിലായി, അത് ഈ ബസ് ഇരുന്നവർക്ക് ആദ്യം അറിഞ്ഞൂടാ. അതാണ് അവർ പറയുന്നത്, ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്തുവാ അവിടെ നടന്നതെന്ന്. ഏതായാലും പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകാൻ പറ്റി, ഇറങ്ങി ഇങ്ങ് വന്നു. ഇത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്.
അവർ ഇത്രയും പ്രായമായുള്ള അതിലൊരു സ്ത്രീ പറയുന്ന ഒരു പാവം, അവർ പറയുന്നത് ഈ സ്വന്തം അച്ഛനെയും അമ്മയും നോക്കുന്നവനാന്ന് ഇങ്ങനെ ചെയ്യത്തില്ല, ഞങ്ങളുടെ അടുത്ത് പെരുമാറത്തില്ല, അവൻ്റെ അച്ഛനെയും അമ്മനെയും അവനായിരിക്കുകയല്ല എന്നാണ് അവർ പറയുന്നത്. ശരിയല്ലേ? ഇത് അല്പമെങ്കിലും മനസാക്ഷിയുള്ള ഒരുത്തൻ ഇതുപോലെ പെരുമാറുമോ? ഇത്രയും വന്യവയോധികരായിട്ടുള്ള ആളുകൾ, പ്രായമുള്ളവർ, നടക്കാൻ വയ്യാത്ത ആളുകൾ ആ ബസ്സിലിരിക്കുകയാണ്. അവർ ഇത് കാണാൻ കയറുന്നില്ല. ഇനി ആ ബസ്സിലിരിക്കുന്നതിന് അവർ ടിക്കറ്റ് എടുക്കണമെന്ന് അവൻ്റെ ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത്രത്തോളം വൃത്തികേട് സർക്കാരിന് പണം ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്യുന്ന പണിയാണ്. ഇതൊന്ന് കാണണം, നമ്മുടെ ടൂറിസം മന്ത്രി ഇതൊന്ന് കാണണം. കാരണം ഇത് ഇത്രയും പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരുത്തൻ വളരെ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുകയാണ്. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ഇതൊന്ന് കണ്ണു തുറന്ന് കാണണം. ഈ പാവങ്ങളെടുത്ത്, ഇത്രയും പ്രായമുള്ള സ്ത്രീകളെടുത്ത് പെരുമാറിയത് എങ്ങനെയാണെന്ന്. എവനെയൊന്നും അവിടെ സർവീസ് വെച്ചുകൊണ്ടിരിക്കരുത്. ഈ ഡ്യൂട്ടിക്ക് കൊള്ളാവുന്നവനല്ല. ഒരു വിനോദയാത്ര നടത്തുന്ന അങ്ങനെയുള്ള ഒരു കേന്ദ്രത്തിൽ, ഒരു വിനോദ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള ഒരുത്തനെ ഇരുത്തുക. കോമൺ സെൻസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇതാരെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്തുള്ളത്? കാരണം ഈ വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത് മാതൃഭൂമി രാവിലെ കാണിച്ചത് വളരെയധികം വിഷമമായിപ്പോയി അത് കണ്ടിട്ട്. അവർ ആഗ്രഹിച്ച് കോട്ടയത്തു നിന്ന് യാത്ര ചെയ്ത് വന്നവരാണ്. അവർ 3 കാര്യങ്ങളാണ്. ചോറ്റാനിക്കര അമ്പലത്തിൽ കയറി തൊഴണം. എന്തായാലും അവർ ഈ പാവങ്ങളെ അവിടെ അവർക്ക് തൊഴാനുള്ള മാർഗം ഉണ്ടായി, അത് പറ്റി. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇത് കാണണം, ഈ ഹിൽ പാലസ് കാണണം. ഹിൽ പാലസും കണ്ടിട്ട് അവർക്ക് ലുലു മാള് കാണണം. ഇവർ ഈ സായങ്കാലത്തിലുള്ള ആളുകളാണ്, അവരുടെ ആഗ്രഹമല്ലേ ഇത്. ഇതിന് മനസാക്ഷിയുള്ള ഒരു ഇതിനെതിര് നിൽക്കുമോ? എന്നിട്ട് പറയുന്നത് എന്താ, ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം വേണ്ട. പാർക്കിങ്ങിന് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അവർ വണ്ടിയിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റാത്ത ആളുകളാണ് ബസ്സിൽ നിന്ന്. അങ്ങനെയുള്ള ആളുകൾ അതിൽ തന്നെ ഇരുന്നോട്ടെ, നടന്നു കയറാൻ അതിനകത്ത് ഒക്കുന്ന ആളുകൾ മാത്രം വന്നാൽ മതി. അങ്ങനെ 30 പേരേ ഉള്ളൂ അതിന് തയ്യാറായിട്ടുള്ളൂ. അവരതിന് ടിക്കറ്റ് എടുക്കാൻ തയ്യാറാണ്. ഈ പാവങ്ങളെ ബസ്സിലിരിക്കുന്നതിന്, നടക്കാൻ വയ്യാത്ത ആളുകൾ ബസ്സിൽ ഇരിക്കുന്നതിന് അവന് കാശ് കൊടുക്കണം. ഇതൊന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഇതേപോലെ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടല്ലോ, അവനെല്ലാം തലയിലൊന്നും ഇല്ലാത്തവന്മാർ ആരാണ്? കുതിരച്ചാണകം അവൻ്റെയൊക്കെ തലയിൽ. അല്ലെങ്കിൽ ഇതുപോലെ പെരുമാറുമോ ഈ പാവങ്ങളെടുത്ത്, ഇത്രയും പ്രായമുള്ള ആളുകളെടുത്ത്? ബസ്സിലിരിക്കുന്നതിന് ഇവർ ടിക്കറ്റ് അവിടുന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ ന്യായമുള്ളതാണോ? പാർക്കിംഗ് ഫീസ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പാർക്കിംഗ് ലോട്ടിലാണ് ആ വണ്ടി കിടക്കുന്നത്. ഇതിനകത്ത് ആളുണ്ടായാലും എന്താ, ഇല്ലെങ്കിൽ എന്താ? കൂടുതൽ സ്പേസ് ഒന്നും ഓക്കിപ്പൈ എത്തില്ല. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങത്തില്ല, അവിടെ തന്നെ ഇരിക്കുള്ളൂ. 30 പേർക്ക് കണ്ടാൽ മതി. അവർക്ക് വേണ്ടി അവർ ടിക്കറ്റ് എടുക്കാനും തയ്യാറായിരുന്നു. അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ വൃത്തികേടുകൾ ഇതുപോലെ കാണിച്ച് അവരെ തിരിച്ചയച്ചു കേട്ടോ. തിരിച്ചയച്ച് മാത്രമല്ല, ഈ സ്ത്രീയെ തെറി പറഞ്ഞു വളരെ മോശമായിട്ട്. നമുക്ക് ആണെങ്കിൽ അവതാരിക പറഞ്ഞാണെന്നുണ്ടെങ്കിൽ അന്യസംസ്ഥാന ഭാഷ ഉപയോഗിച്ചെന്നാണ്. എന്നിട്ട് അശ്ലീല പദങ്ങളെന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് സംസാരിച്ചത് മാത്രമല്ല, ആക്ഷേപിച്ചവരെ ഇറക്കി വിട്ടു. എന്നിട്ട് ഏതാണ്ട് വലിയ വിജയം, ആഹ്ലാദം അവിടെ നടത്തുകയാണ്. ഇവനൊക്കെ എന്തോ വിജയിച്ചേ? ഈ പാവങ്ങളെ ഉപദ്രവിച്ചിറക്കി ഇതേപോലെ തെറി പറഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ, ഈ അമ്മമാർ തെറി പറഞ്ഞപ്പോൾ ഇവന് സമാധാനമായോ? ഇങ്ങനെയുള്ളവനൊക്കെയാണോ സർവീസ് ഇരിക്കേണ്ടത്? അവൻ പറയുന്നത് ഞാൻ കേട്ടു, ഇതിനകത്ത് കേൾക്കാം അയാൾ സംസാരിക്കുന്നത്. എന്ത് മോശമായിട്ടാണെന്നറിയോ അവരെടുത്ത് പെരുമാറിയത്. ഇങ്ങനെയുള്ള ഒരു കേന്ദ്രത്തിൽ തലയിൽ എന്തെങ്കിലും ബോധമുള്ളവനെ വെക്കണം. തലയിൽ കുതിരച്ചാണകമുള്ളവനെ അല്ല അവിടെ പിടിച്ച് വെക്കേണ്ടത്. വൃത്തികെട്ടവൻ ഈ പാവങ്ങളെടുത്ത് സംസാരിച്ചത്. ഇത് യഥാർത്ഥത്തിൽ കണ്ണു തുറന്ന് കാണണം. ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന്. അല്പമെങ്കിലും മനസാക്ഷിയുള്ള ഒരുത്തിന് ഇങ്ങനെ ചെയ്യുമോ? ഇത്രയും യാത്ര ചെയ്ത് വന്ന ഈ പാവങ്ങളെ തിരിച്ച് പറഞ്ഞയക്കാൻ. എന്നിട്ട് ആഘോഷിക്കുക അവനൊക്കെ വിജയം കേട്ടോ. ആഘോഷിക്കട്ടെ, നന്നായിട്ട് ആഘോഷിക്കട്ടെ. ക്രിസ്മസും ഒക്കെ വരികയല്ലേ, ഭംഗിയായിട്ട് ആഘോഷിക്കട്ടെ വിജയം.